AMMയിലെ വിഷയം അൻസിബയും കുക്കു പരമേശ്വരനും ലക്ഷ്മി പ്രിയയും എന്ന് വേണ്ട സകല താരങ്ങളും ഒന്നടങ്കം പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് സംസാരിക്കണ്ടെന്ന് വിചാരിക്കുമ്പോഴും ഇവരിങ്ങനെ ചെളിവാരി എറിയുമ്പോൾ ഇതൊക്കെ ഒന്ന് നിർത്തി പണ്ടാറം പൊക്കൂടെ എന്ന് തോന്നുന്ന അവസ്ഥയിലെ ആളുകൾക്ക് മടുത്തു തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരുടെ സംഘടനയ്ക്കുള്ള പ്രശ്നം അത് അവിടെ പരിഹരിച്ചാൽ പോരെ, അതിങ്ങനെ പുറത്തിട്ട് അലക്കണം. അല്ല, അത് പുറത്തിട്ട് അലക്കണതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഗ്ലാമറസ് ഫീൽഡ് ആയതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ സാധാരണ ഒരു ആളെക്കുറിച്ചാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ ആൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. ആ സമയം ഒരു നടിയെക്കുറിച്ചാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരാളുകൾക്ക് നമ്മുടെ അടുത്തുള്ള ഒരാളെ പോലെ പ്ലസ് കുറച്ചുകൂടി കാണാൻ സുന്ദരികൾ കൂടി ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇവരെക്കുറിച്ച് പറയുന്ന കഥകൾക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് പ്രതി ഈ 504 പേരുള്ള ക്ലബിനെ കുറിച്ചൊക്കെ ആരെങ്കിലും സംസാരിക്കേണ്ട കാര്യമുണ്ട്? അവിടെ ചീട്ട് കളിക്കുക, അവിടെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇനി അടുത്തൊരു കാര്യം ഞാൻ പ്രതിനിധി പറയട്ടെ, ഈ 504 പേരിൽ പണിയുള്ള ആരെങ്കിലും ഇതിൻ്റെ പുറകെ കിടക്കണ്ട? ഇപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ പൃഥ്വിരാജ് ആ പടി പോലും കയറിയിട്ടില്ല. എൻ്റെ വിശ്വാസം പൃഥ്വിരാജിന് AMMയുടെ ഓഫീസിൻ്റെ പടി പോലും കയറിയിട്ടില്ല. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ പൃഥ്വിരാജക്ക് രാവിലെ മുതൽ പാതിരാത്രി വരെയുള്ള തിരക്കുണ്ട്. സ്വന്തം പ്രൊഡക്ഷൻ കോഴ്സ് ഉണ്ട്, തെലുങ്ക് സിനിമയിൽ അഭിനയിക്കണം, മലയാള സിനിമയിൽ അഭിനയിക്കണം. ഇവർക്ക് വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തേക്കണമെന്ന് വെച്ചാൽ അവിടെ വലിയ ദൂർത്തായിരുന്നു. ഞാനിതിൻ്റെ മുഴുവൻ വിവരങ്ങളൊക്കെ അറിയാം. ഞാനിപ്പോൾ അത് മുഴുവൻ പറയുന്നില്ല, ചെറിയ 1-2 കാര്യങ്ങളെ പറയാം. ഒരു AV നിർമ്മിക്കുന്നതിന് മറ്റേ സരയുവിൻ്റെ ഭർത്താവിന് 2.5 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പല പരിപാടികളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകളുടെ പല ആളുകൾക്കും വേണ്ടിയിട്ട് വലിയ കാശ് മുടക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പാലക്കാട് വന്നതിൻ്റെ ചിലവ് തന്നെ ഏതാണെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 98,000 രൂപയായിട്ടാണ് പാലക്കാട് വരെ ജസ്റ്റ് പോയതിന്. ഇവർ ഹെലികോപ്റ്റർ എടുത്താണ് പോയതെന്ന് നമുക്കറിയില്ല. തിരുവനന്തപുരത്ത് വന്നതിൻ്റെ ചിലവ് 1.5 ലക്ഷം രൂപയാണ്. ഇങ്ങനെ പല ചിലവുകളാണ്, മനസ്സിലായി. അപ്പം അതൊക്കെ നടന്നു പോകാനായിട്ട് ആ സംഘടനക്കകത്ത് എങ്ങനെയെങ്കിലും കയറിപ്പറ്റി അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ അൻസിബ ചോദിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അൻസിബ ചോദിച്ചേക്കുന്നത്, അൻസിബ ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതി AMM കൊടുത്തതിന് ശേഷം അവർ ഈ മറ്റേ AMM ഇത് വാർത്തയാക്കിയിട്ടൊക്കെ വന്നതിന് ശേഷം AMM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവരെ വിളിക്കുമ്പോൾ അൻസിബ പറയുന്നു നിങ്ങളൊരു സമിതി ഉണ്ടാക്കുക. ആ സമിതി ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ സമിതിക്ക് മുമ്പിൽ വന്ന് തെളിവ് കൊടുക്കുക. സമിതിയിൽ പുള്ളിക്കാരി കൃത്യമായിട്ട് അയച്ചേക്കണ മെയിലിൽ പറയുന്നത് ഇതാണ്: ഒന്ന് രമേശ് പിഷാരടി, രണ്ടാമത്തത് ധ്യാൻ ശ്രീനിവാസൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ വെച്ചുകൊണ്ട് നിങ്ങളൊരു സമിതി ഉണ്ടാക്കൂ, ഞാൻ എന്ത് ചെയ്യാം, അതുമായി സഹകരിക്കാൻ പേര് കൊടുക്കുക. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് ഇതൊക്കെ എനിക്ക് എൻ്റെ വായിൽ പെട്ടെന്ന് വന്ന പേരുകളാണ്. ഇനി അതല്ല നിങ്ങൾക്ക് നിഷ്പക്ഷരായിട്ടുള്ള മറ്റാളുകളെ വെക്കണമെങ്കിൽ അതും വെക്കാം, അതിന് പ്രശ്നമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ നിലപാട് എന്താണെന്ന് അറിയില്ല. ഇനി അതിന് പുതിയ സമിതിയൊന്നുമില്ല, ഈ AMMയുടെ അംഗങ്ങളുടെ കമ്മിറ്റിയുടെ മുമ്പിൽ തന്നെ വന്ന് നിങ്ങൾ തെളിവ് കൊടുക്കുക. ഈ AMMയുടെ കമ്മിറ്റിക്ക് ഏറ്റവും വലിയൊരു തമാശുണ്ട്. അതെന്താണെന്നറിയോ? ഒന്ന് ശ്വേതാ മേനോൻ, അവർ കൃത്യമായി അൻസിബയെ തള്ളിക്കളയുകയും ഈ കേസുകളുമായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുകയും ചെയ്താണ്. രണ്ടാമത്തേത് ടിനി ടോമാണ്, അയാൾക്കെതിരെയുള്ള ആരോപണമുള്ളത്. പുള്ളി പറയുന്നത് ഈ ഊളക്കേസൊന്നും കൂടി ഡിസ്കസ് ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പോൾ 2. ഇനി മൂന്നാമത്തേത് ആരാണെന്ന് അറിയാമോ? മറ്റേ വൈസ് പ്രസിഡന്റാണ്. വൈസ് പ്രസിഡന്റ് ആരാണെന്ന് അറിയാമോ? ലക്ഷ്മി പ്രിയ. കപ്പനും ചുണ്ടിനുമിടയിൽ പെരുമ്പാവൂര് സീറ്റ് നഷ്ടപ്പെട്ടു പോയ ലക്ഷ്മി പ്രിയയാണ്. ഏത് 2020 ആ ലക്ഷ്മി പ്രിയ ആരാണ്? ഇവർക്കെതിരെ മറ്റേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്ത് 3 മണിക്കൂർ അവർ ഇരുത്തിയാണ്. അപ്പൊ ഇവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും, നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്തോ, പരാതി പറഞ്ഞോ എന്ന് പറഞ്ഞു. ഈ ലോകത്ത് എവിടെയെങ്കിലും കേട്ടത്? ഇത് കോമഡിയാണ് ഇത്. ശരിക്കും പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. നാളെ മറ്റേ ഗോവിന്ദ ചാമീനെ ഇവരെയൊക്കെ വിളിച്ചിരുത്തിട്ടെ പീഡകരെയൊക്കെ വിളിക്കണം, വരൂ ചാമീൻ്റെ അടുത്ത് പരാതി പറഞ്ഞു എന്ന് പറയുന്ന പോലെയുള്ളത്. ഇത് എന്ത് സംഘടനയെന്ന് പറയണം? അങ്ങനെയാണെങ്കിൽ നാളെ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും മറ്റേ അവരുടെ 2 അനുയായികളെയും കൂടി അവൻ്റെ മറ്റേ ഫെനീനേനാണ് ഇവരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് പറയാൻ പാടില്ലേ? കോൺഗ്രസിന് ശരിക്കും പറഞ്ഞാൽ മറ്റേ പെൺകുട്ടികൾ വിളിച്ചു പറയാം നിങ്ങൾ പരാതിയായിട്ട് വന്നോളൂ എന്ന് പറയാം. അവനെതിരെയാണ് പരാതി, പിന്നെ ആർക്കെതിരെ പരാതി പറയാൻ പോകണം? അപ്പൊ അതിന് ഞങ്ങളൊരു കമ്മിറ്റി വെക്കൂലെന്ന് പറഞ്ഞു. ഇത് എന്തായാലും അസംബന്ധമാണ് ഈ സംഘടനക്കകത്ത് കിടക്കണെന്ന് ഞാൻ ചോദിക്കണം. തലക്ക് പോളെയുള്ള ഒരു മനുഷ്യയില്ലേ ഇതിനകത്ത്? അത് ഞങ്ങൾക്ക് ആരോട് ചോദിക്കണേ? ഇതിൽ പറയണം മുഴുവൻ നുണയാണ്. നിങ്ങൾ ഈ വാർത്തകളായി വരുന്നത് മുഴുവൻ നുണയാണ്. പിന്നെ സത്യം പറയണമെങ്കിൽ മറ്റേ പുള്ളിക്കാരി അയച്ചിട്ടുള്ള മറ്റേ ഇത് ഒന്ന് വായിച്ചു നോക്കണം. മറ്റേ നീന കുറുപ്പ് അയച്ചിട്ടുള്ളത് പരാതി അസഭ്യ വർഷമാണ് ചൊരിഞ്ഞേക്കണത്. എന്നിട്ട് കയ്യോങ്ങിക്കണേണ്. എന്നിട്ട് ടിനി ടോം പറയുകയാണ് അത് മറ്റേ പരിപാടികൾക്കിടയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. ചിലപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നതിന് ഇടക്കെന്താണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇനി
അടുത്തത് കുക്കു പരമേശ്വരൻ മറ്റേ പ്രശ്നക്കാരിയാണ് ബാക്കിയുള്ളതാണെന്നൊക്കെ പറഞ്ഞാണല്ലോ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ഈ മുഹമ്മദ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു സെക്യൂരിറ്റിക്കാരൻ, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് എൻ്റെ വിശ്വാസം. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ. ഈ സെക്യൂരിറ്റിക്കാരനൊക്കെ മറ്റേ ഏതോ ഏജൻസി വിട്ടേക്കുന്ന ആളാണ് കേട്ടോ സെക്യൂരിറ്റിക്കാരൻ. രണ്ടാമത്തെ അതുല്യ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഓഫീസ് സ്റ്റാഫ്. ഈ അതുല്യോട് ഉണ്ണി ശിവപാലി പലതവണ മോശമായിട്ട് പെരുമാറിയെന്ന് അത് പറയുന്നു. രണ്ടാമത്തേത് ഈ അതുല്യയും മറ്റേ ഈ മുഹമ്മദും തമ്മിൽ അവിഹിതമുണ്ട് എന്ന് പറയാൻ കുക്കു പരമേശ്വരൻ നിർബന്ധിച്ചു എന്നൊക്കെയാണ്. എന്തൊക്കെയാണ് ഈ കേൾക്കണേന്ന്, എന്തൊക്കെയാണ് കേൾക്കണം. നമ്മൾ ഒരു സത്യം പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട കോളനികളിൽ പൈപ്പിൻ ചോട്ടിൽ പോലും നമ്മളിങ്ങനെ എടുക്കില്ല. നമ്മൾ അവരെ തെറ്റിക്കല്ല, ഏറ്റവും മോശം ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് പോലും നമ്മളിങ്ങനെ എടുക്കില്ല. ഒന്ന് ആലോചിക്കുക. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ 18 വയസ്സുള്ളപ്പോഴും 25 വയസ്സുള്ളപ്പോഴും 30 വയസ്സുള്ളപ്പോഴും ഒക്കെ ഇത്തരം കഥകൾ നമ്മൾ വെറുതെ ഇരുന്ന് ആരെങ്കിലും കുറിച്ച് പറയില്ല. പക്ഷെ ഇവരുടെ സത്യം പറഞ്ഞാൽ ഇവരുടെ പേര് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞു. എന്താക്കണോ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പേര് അവിഹിതം AMM എന്നാക്കണം. അല്ലെങ്കിൽ AMMയുടെ ഫുൾ നെയിമിൽ എവിടെയെങ്കിലും 3-4 A ഉണ്ടല്ലോ, അപ്പൊ അതിൽ എവിടെയെങ്കിലും അവിഹിതം എന്ന് ചേർത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ A എന്ന് വലുതായിട്ട് ഇടണം, മറ്റേ നമ്മുടെ തിയേറ്ററിലൊക്കെ ഇടണം A പോലെ ഇടണം. എന്നിട്ട് താഴെ എന്ത് ചെയ്യണം, അവിഹിതം 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 അസോസിയേഷൻ ഇടണം. അതാണ് ഇതിന്റെ പേരിടേണ്ടത്. ഒന്ന് ആലോചിച്ച് ഇതുമായി ബന്ധപ്പെട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനലുകൾ എങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനലുകൾക്ക് വിവരങ്ങൾ കിട്ടുന്നത് നിങ്ങൾക്കറിയോ? ഇനി ഒരു പ്രത്യേക യൂട്യൂബ് ചാനലിൽ ഇതിന്റെ അകത്ത് കിടക്കുന്ന വാർത്തകൾ അപ്പം തന്നെ ചോർന്ന് കിട്ടും ഒരു സൈഡിൽ നിന്ന്. ആ സൈഡ് അതിന്റെ യൂട്യൂബർ തന്നെ വന്നിരുന്നിട്ട് ഘനഗാംഭീര്യത്തോട് യഥാർത്ഥത്തിൽ ഇത് ശരിയല്ല, അത് ധാർമ്മികമല്ല, മറ്റേത് ധാർമ്മികമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നമ്മൾ ഇവരുടെയൊക്കെ കഥ പറഞ്ഞാൽ ഈ ധാർമ്മികത അതുകൊണ്ട് അവൻ കണ്ടം വഴി കൂടിക്കളയേണ്ടി വരും. മനസ്സിലായി? അവൻ ഇവിടെ നിന്ന് വല്ല റോക്കറ്റിലേക്ക് കയറിയിട്ട് കണ്ടം വഴി കൂടുക എന്നുള്ളതല്ല പറയണ്ടേ, ഇവരിൽ വല്ല റോക്കറ്റിൽ കയറി ചന്ദ്രനിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അതുപോലെയുള്ള ആൾക്കാരാണ്. വെറുതെ ഇരുന്നൊക്കെ തള്ളാണ്, പറയാണ്. പിന്നെ ഇവരുടെ ഇടയ്ക്കുള്ള ചർച്ച മുഴുവൻ ഇതാണ്. നമ്മൾ വിചാരിച്ചാൽ ഇവരേതാണ്ട് മറ്റേ സ്റ്റാൻസ്ലൗസ്കിനെ കുറിച്ചും മറ്റേ സിനിമയെ കുറിച്ച് സംസാരിക്കണേ. നല്ല എന്റെ പൊന്നെ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ അകത്തു തന്നെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശോചനീയമായ അങ്ങേറ്റം മോശപ്പെട്ട രീതിയിലുള്ള വെറും സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ ഇതിന്റെ പിന്നിൽ ഒരു തന്ത്രവും കൂടി ഉണ്ട്. ആ തന്ത്രവും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മറ്റേ റിയൽ AMM വിൽ ബി ബാക്ക്. അതായത് ഈ സംഭവം പ്രസ്ഥാനം ഉണ്ടായി, മറ്റേ നമ്മുടെ ഇടവേള ബാബു, ഇടവേള ഇല്ലാത്ത സിദ്ദിഖ്, ഈ ഇടവേള ബാബു സിദ്ദിഖിനെയൊക്കെ അറിയാലോ, എല്ലാവർക്കും ഇതിന്റെ ആരോപണങ്ങളാണ്. അപ്പൊ ആളെ പിന്നെ മോഹൻലാൽ ഇവരൊക്കെ കൂടിയാണ് നയിച്ചത്. ഇവരൊക്കെ വളരെ ബുദ്ധിപരമായി ചെയ്തൊരു പ്രവൃത്തിയാണ് എന്നറിയാമോ? സ്ത്രീകളെ ഭരണമേൽപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ സ്ത്രീകളെ ഭരണമേൽപ്പിച്ചു. അപ്പൊ സ്ത്രീകളെ അതിനേക്കാളും മോശം, അപ്പൊ നിങ്ങളാണ് ഭേദം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. മനസ്സിലായി? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ DGP ആയിട്ട് ലോക്നാഥ് ബെഹ്റ ഇരുന്നപ്പോ അദ്ദേഹത്തിന് വളരെ മോശമായിരുന്നു. ഇല്ല, സാജു കൊടിയനെ പോലുള്ള ഒരാളാണ്, വെറും കൊമേഡിയനാണെന്നൊക്കെ ആളുകൾ എന്ത് ചെയ്തു പറഞ്ഞിരുന്നു. ലോക്നാഥ് ബെഹ്റ മാറി അടുത്ത DGP വന്നപ്പോഴാണ് മനസ്സിലായത് ലോക്നാഥ് ബെഹ്റ എത്തപ്പോ ഏതുമായിരുന്നു. മനസ്സിലായ? അപ്പൊ ഇത് സത്യം പറഞ്ഞ ഇതൊരു തന്ത്രമാണ്. അതായത് എന്ത് ചെയ്യുക, അല്ല രാഷ്ട്രീയത്തിലേക്ക് ഇത് ഉപയോഗിക്കുന്ന തന്ത്രമാണ്. അതായത് നിങ്ങളൊരു മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടിന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മോശപ്പെട്ട ആളെ നോക്കി അവിടെ മന്ത്രിയാക്കുക. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവനെതിരെ വലിയ ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നാൽ അവനെ എന്ത് ചെയ്തോളൂ, മാറ്റും. അപ്പൊ അപ്പോഴാണ് നിങ്ങളുടെ മഹത്വ ആളുകൾ തിരിച്ചറിയുള്ളൂ. മനസ്സിലായി? ഇപ്പൊ പ്രജിത തന്നെ ഇടപെടുന്ന പല കാര്യങ്ങളിലും ഞാൻ പറയുന്നത് പ്രജിത മാറിയിട്ട് പ്രജിതയേക്കാൾ വളരെ മോശപ്പെട്ട ഒരാളെ വെച്ചാലാണ് ദൈവം പ്രജിതത്തെ ബെറ്റർ ആയിരിക്കുമെന്ന് കൂടെ വെക്കുന്നവർക്ക് എല്ലാം എന്ത് ചെയ്യാം. എന്റെ കാര്യത്തിലും അത് തന്നെ. ആ സമയം നമ്മളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരാളൊന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ ശരിക്കും തെരഞ്ഞു പിടിച്ചു വെച്ചതാണ് ഈ പറയുന്ന ആളുകളെല്ലാം. പിന്നെ പ്രജിത ഇപ്പൊ ഇവിടെ ചിരിക്കണ്. പ്രജിത ഇതിലല്ല ആരെങ്കിലും ഒരാളെ പരിചയമുണ്ടെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചു നോക്ക്. ശരിക്കും സത്യം പറയണമെങ്കിൽ നമ്മൾ പിന്നെ ഫോൺ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കുത്തിപ്പൊട്ടിക്കുകയോ അല്ലെങ്കിൽ വലിച്ചെറിയുകയോ സിമ്പൂരി ചവിട്ടി ഒടിക്കുകയോ ചെയ്യേണ്ടി വരും. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞ് തീരുകയില്ല, ഫോണും വെക്കൂല. കാരണം അത്രമാത്രം കഥകളാണ്. മറ്റേ ഗൾഫിൽ പോയ കഥ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന കഥ, ഫ്ലൈറ്റിലുണ്ടായ കഥ, ഫ്ലൈറ്റിൻ്റെ വന്ന് മറ്റേ എയർപോർട്ടിന്റെ സൈഡിൽ തൂണിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന കഥ, അങ്ങനെയൊക്കെയാണ് കഥകൾ. അല്ലാതെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഓക്കെ അവിടെ പോയി അവിടെ ഒരു കഥ അതുകൊണ്ട് അവസാനിച്ചതെങ്കിൽ അതല്ല. പത്രത്തിലുള്ളൊരു സംഘടന. പക്ഷെ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പണ്ട് രാമായണ സീരിയൽ വന്ന പോലെ, രാമായണ സീരിയൽ വന്നപ്പോൾ മറ്റേ ദീപിക എന്ന് പറഞ്ഞൊരു നടിയെ അഭിനയിച്ചിരുന്നു സീതയായിട്ട്. അപ്പൊ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അന്ന് നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്,
രാമായണം കണ്ടുകൊണ്ടിരുന്നത്. ദേവി വന്നു എന്നൊക്കെ പറഞ്ഞാണ് അവരെ കണ്ടുകൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു മറ്റേ നാനയോ അതുപോലെയുള്ള ഏതോ ഒരു മാഗസിൻ്റെ നടുക്കത്തെ പേജിൽ പറഞ്ഞൊരു ചിത്രം ഉണ്ടല്ലോ, അതായത് പകൽ സ്വിമ്മിങ് സൂട്ട് അതുപോലെയൊക്കെ ഉണ്ട്. അതുപോലെ ഈ പുള്ളിക്കാരി വേറൊരു സിനിമയിൽ അഭിനയിച്ച രംഗം വന്നേക്കണേണ്. അപ്പോൾ ഒരു വെല്ലുമ്മ കണ്ണ് നിറഞ്ഞാ കാണുന്നത്. നമ്മുടെ സീത ഇങ്ങനെ കിടക്കണെന്ന്. സീത ഏതവനാണ് ഈ ഫോട്ടോ എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അവർ വിശ്വസിക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവരങ്ങനെ കാണുകയാണ്. മനസ്സിലായി? രാമനായിട്ട് അഭിനയിക്കാതെ നമ്മൾ രാമനായിട്ട് കാണുകയാണ്. ആ രാമൻ അങ്ങനെ രാമൻ മറ്റേ എന്താണ് കാട്ടി പോയ അല്ലെങ്കിൽ മറ്റേ ത്യാഗം ചെയ്യുന്ന രാമനായിട്ടാണ് യഥാർത്ഥത്തിൽ അഭിനയിക്കണം. അല്ല. പക്ഷെ ഷാരൂഖ് ഖാന്റെ യഥാർത്ഥ സ്വഭാവമാണ് സിനിമയെ കാണിക്കണം. വിജയുടെ യഥാർത്ഥ സ്വഭാവമാണ് സിനിമയെ കാണിക്കണം. വിജയന്റെ അതിന് ഒരു പൂച്ചണ്ട് ഇത്രയുള്ള ഒരു പൂക്കോളം എടുത്ത് ഇട്ടപ്പോഴത്തേക്ക് വിജയ് ഓടി മറ്റേ ഇതിൽ കയറി കണ്ട ചാടി ഓടി പുള്ളിക്ക് ആരാവനകത്ത് കയറി. മറ്റത് സിനിമയെ കാണിക്കുമ്പോ എന്ന് പറഞ്ഞാൽ പൂച്ചണ്ട മറ്റേ പാറ്റൻ ടാങ്ക് എറിഞ്ഞാൽ പോലും പുള്ളി എന്ത് ചെയ്യും, കൈ കൊണ്ട് പിടിച്ചിട്ട് പോടാന്ന് പറഞ്ഞ് എന്ത് ഇട്ട് തരും എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായിട്ട് ഇട്ടാണ്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രബുദ്ധത എന്നൊക്കെ പറയാൻ വെറുതെയാണ്. അവര് മോഹൻലാലിനെ കാണുന്നത് മറ്റേ 6-ാം തമ്പുരാനായിട്ടും അതുപോലെ തന്നെ കുറെ പേര് മറ്റേ ബിഗ് ബിയിൽ അഭിനയിക്കുന്ന ബിലാലായിട്ടും ഒക്കെയാണ് മമ്മൂട്ടിയെ കാണുന്നത്. മമ്മൂട്ടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും പടക്കം കൊടുത്ത് അപ്പുറത്തെറിഞ്ഞ പുള്ളി ഓടിക്കളെ വേറെ വഴിയില്ല. മനസ്സിലായ? കാരണം പുള്ളിക്കുള്ളിൽ ഇത് നോക്കട്ടെ, കാലങ്ങാനം മുറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല 10 ദിവസത്തേക്ക്. നമ്മൾ 10 ദിവസം വീട്ടിൽ ഇരുന്ന് ഇത്ര ഉള്ള നഷ്ടം. മനസ്സിലായി? ചിലപ്പോൾ ഞാൻ എഴുതുന്നത് ചിലപ്പോൾ എനിക്കൊരു 10,000 രൂപ നഷ്ടം ഉണ്ടാവും, ചിലപ്പോൾ 25,000 രൂപ, ചിലപ്പോൾ 9,000 രൂപ നഷ്ടം ഉണ്ടാവും. മമ്മൂട്ടി 10 ദിവസം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ 10 ദിവസത്തേക്ക് എത്രയാണ് നഷ്ടമുള്ളത്? 45 ദിവസത്തേക്ക് 15 കോടി മേടിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ദിവസം എത്ര ലക്ഷങ്ങൾ വരുമെന്നൊന്നും ആലോചിച്ച് നോക്കി. ഇത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾ കഴിക്കണം ഇവരൊക്കെ മറ്റേ ബിലാലും മറ്റേ ഇതും അതുപോലെ നമ്മൾ കൊമേഡിയൻസിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ട്, അവർ മണ്ടന്മാരായിരിക്കും. അല്ല, പിന്നെ മറ്റേ വില്ലന്മാരായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നില്ല, അവർ ഭീകര വില്ലന്മാരായിരിക്കും. സത്യം പറഞ്ഞാൽ അവരാണ് ഏറ്റവും വലിയ ഈ മറ്റേ ഇയാളെയൊക്കെ കണ്ടില്ലേ, ഭീമന്റെ ഗുണയൊക്കെ കണ്ടില്ലേ, വാ തുറന്ന് തമാശല്ലേ. ഒരാന്ന് ആലോചിക്കുക, എന്തെങ്കിലും ഒരു സാമാന്യ ബോധം ഉണ്ടെങ്കിൽ പിണറായി വിജയൻ സംസാരിക്കുന്ന സ്റ്റേജിൽ എഴുന്നേറ്റിക്കുക. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ എപ്പോഴും ആലോചിക്കാറുണ്ട്, പുള്ളി വല്ല എഴുന്നേറ്റ് നിൽക്കുമ്പോഴേ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റോ ഒക്കെ സംസാരിക്കുന്ന വേദിയിൽ പുള്ളി ഇതുപോലെ അങ്ങോട്ട് ഇപ്പൊ നരേന്ദ്രമോദി ഇതാന്ന് പറഞ്ഞ് എഴുന്നേറ്റിക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കക്ഷത്തിൽ കൂടി ഒരു തോക്ക് ഇങ്ങനെ വെറുതെ ചൂണ്ടാ, കളിത്തോക്ക് ചൂണ്ടിയാൽ മതി, പിറ്റേ ദിവസം പുള്ളി വെടികൊണ്ട് വീഴും. തമാശക്ക് അടിച്ച ഒന്ന് ഇനി അല്ലെങ്കിൽ തന്നെ ഒന്ന് സാമാന്യ ബോധമുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി. ഒരു തവണ എഴുന്നേറ്റിരുന്നു, ഇനി ബാക്കിയുള്ള മീറ്റിങ്ങിനൊക്കെ വിളിക്കുമ്പോൾ എന്തി അടുത്ത മീറ്റിങ്ങിനൊക്കെ പുള്ളി ഇരുന്ന്. കാരണം എനിക്ക് തോന്നണത് മിക്കവാറും ചെവിട്ടിലെ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എടാ മുട്ടായി അഭ്യാസമായിട്ട് ഇവിടെ പറയുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അറിയണ്ട, സത്യം പറഞ്ഞാൽ തോൽവിക്ക് ഒരു കാരണം അതും കൂടിയുണ്ട്. തോൽവിക്ക് ഒരു കാരണം ഇപ്പൊ ഈ പിണറായി തോറ്റെങ്കിൽ ഞാനിത് പറയാൻ പറ്റും. ഒരു തോൽവിക്ക് ഒരു കാരണം എന്ന് വെച്ചാൽ AK സെന്ററിൽ നിന്ന് മറ്റേ മറ്റേ ചൊമ്പൊക്കെ പൊതച്ച് വരുന്ന പുള്ളിയും അതുപോലെ തന്നെ ഈ തിരുമണ്ടന്മാരെയൊക്കെ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യരുത്. പുള്ളി ആളൊരു പാവത്താനാണ്, പക്ഷെ എന്ത് ചെയ്യണം, ചില ആളുകൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവര് വാ തുറന്ന ഡേഞ്ചറായിരിക്കും നമുക്ക് അനുകൂലമായിട്ട്. നമ്മുടെ അടുത്തൊരു TTR ഉണ്ട്. അപ്പൊ TTR ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുള്ളിയുടെ അമ്മാവനുണ്ട് ഒരാള്. അപ്പൊ എൻ്റെ ഫാദറിന്റെ ഫ്രണ്ടാണ്. എൻ്റെ ഫാദറിന്റെ ടൈലറിംഗ് ഷോപ്പ് ഉണ്ട്. ആ ടൈലറിംഗ് ഷോപ്പിൽ നിന്ന് ഈ TTR പറഞ്ഞുണ്ടാ. TTR ആണ് ഇയാള്. TTR പറഞ്ഞേ ഇന്നലെ മമ്മൂട്ടി വന്നിരുന്നു, എന്നിട്ട് നമ്മളൊരു ടിക്കറ്റ് ഒപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇത് വിശദമായിട്ടാ പറയണം, ഒരു അരമണിക്കൂർ എടുത്തുള്ള കഥയെ പറയണം. അപ്പൊ എൻ്റെ അച്ഛനിങ്ങനെ കേട്ടോണ്ടിരിക്കണേ, ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കും, ഞാൻ ചെറിയ കൊച്ചാണ്. അപ്പൊ എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു, പുള്ളി എഴുന്നേറ്റ് പോയി. അപ്പൊ ഫാദർ എന്നോട് പറഞ്ഞു, ഞാൻ അവനെ ചീത്ത പറഞ്ഞും മടുത്തു, കാരണം ഇത്ര വലിയ മണ്ടര ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞു. പച്ച വേറെ ആളോട് പറഞ്ഞേ, മമ്മൂട്ടി കള്ളവണ്ടി കയറാൻ പറ്റുന്നതാണ് അവനീ പറഞ്ഞത്. മമ്മൂട്ടി ടിക്കറ്റ് ഇല്ലാതെ ടിക്കറ്റ് ഇത് സ്റ്റാറായിട്ടുള്ള മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ത് ചെയ്തു, ടിക്കറ്റ് ഇല്ലാതെ ട്രെയിൻ കയറാൻ വേണ്ടി വന്നു. അപ്പൊ അവിടെ വെച്ച് TTR കണ്ട് TTR ടിക്കറ്റ് അറിയിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്. പുള്ളി വല്ല ഫ്ലൈറ്റിലെങ്ങാനും വല്ല പൈലറ്റ് ആയിരുന്നെങ്കിൽ പുള്ളി പറഞ്ഞാൽ മമ്മൂട്ടി വന്നാൽ ചെറിയ തൂങ്ങിക്കിടക്കാൻ ശ്രമിച്ച് ഞാൻ എന്ത് ചെയ്തു, തട്ടിയകത്ത് കയറ്റിന്ന് പറഞ്ഞാൽ എന്തൊരു പൊട്ടത്തിനോട് ഈ പറഞ്ഞു. എന്നിട്ട് ഈ പുള്ളിയെ കുറിച്ച് ഈ പറയുന്ന ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ എൻ്റെ പരിചയക്കാർക്കൊക്കെ മനസ്സിലായി. ഈ പുള്ളിയെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ യോഗത്തിന്റെ ഒരു പ്രസിഡന്റ് ഉണ്ട്, ഒരു അമ്പലത്തിന്റെ കമ്മിറ്റിയുടെ. ആ പ്രസിഡന്റ് മൈക്കിലൂടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇത്ര മണ്ടറായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പോയി പറഞ്ഞ ആളുടെ പേര് മോഹൻ മാഷ്. പുള്ളി പറഞ്ഞ ഇത്ര മണ്ടറായിട്ടുള്ള ഒരാളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു.
അതേപോലെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഈ പറയണ വെറുതെ അപ്പൊ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിയോട് എൻ്റെ അച്ഛൻ പറയുന്ന ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട്. താൻ എന്നെക്കുറിച്ച് എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും പറഞ്ഞാന്ന് ചോദിച്ചു. അപ്പൊ ഈ പുള്ളി എന്തൊക്കെയോ പറഞ്ഞിട്ടില്ല. പുള്ളി പെട്ടെന്ന് ആകെ അമ്പരപ്പിലായി. പുള്ളി പറഞ്ഞേ ഇല്ല, ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരു കുഴപ്പവും പറഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെക്കുറിച്ച് കുറച്ച് നല്ലതായിട്ട് പറഞ്ഞിരുന്നത്. അപ്പൊ എൻ്റെ അച്ഛൻ പുള്ളിയോട് പറഞ്ഞേ, എടാ നിന്നോട് എനിക്ക് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, നീ എന്നെക്കുറിച്ച് ഒരിക്കലും നല്ലത് പറയരുത്, എവിടെയെങ്കിലും ചെന്നാൽ വളരെ മോശമായിട്ട് പറഞ്ഞോളൂ. അപ്പൊ എന്താന്ന് ചോദിച്ചു. അല്ല അങ്ങനെയാണെങ്കിൽ മാത്രം അവർക്ക് എന്നോടൊരു ബഹുമാനം ഉണ്ടാവുള്ളൂ. കാരണം ഇയാള് നല്ലതാണെന്ന് പറഞ്ഞാൽ അപ്പൊ പുള്ളി എൻ്റെ അച്ഛനും വെറും മണ്ടനാണെന്ന് ആളുകൾ എന്ത് ധരിക്കും, പൊട്ടനാണെന്ന് ധരിക്കും എന്നുള്ള പറഞ്ഞു. അപ്പൊ അതേപോലെ ഈ പറയുന്ന ചില ആളുകൾ വാ തുറക്കരുത്. അതിലൊന്നാണ് ഈ പറയുന്ന പോലെ ഭീമൻ്റെ എന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് രഘുച്ചായ CPM-നെ കുറിച്ച് ഒന്നും പറയരുത് എന്ന് പറഞ്ഞ് ഗോവിന്ദമാഷ അവിടെ നിന്ന് വിടേണ്ടതിന് പകരം പുള്ളി ഒരാൾ വന്നതല്ലേ, ഒരു ഇത്തിരി മര്യാദക്ക് ആയിക്കോട്ടെ എന്ന് ഷോളൊക്കെ പുതപ്പിച്ച് പുള്ളി പുറകത്ത് നിന്ന് മറ്റേ മിനിഞ്ഞാന്ന് വരെ BJPക്ക് വേണ്ടി പടപെട്ടിരുന്ന ആളെ ഇത് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ബലി കുട്ടീരങ്ങളെയൊക്കെ പാടി രക്തസാക്ഷിയൊക്കെ എഴുതി ഡാൻസ് ഒക്കെ കളിക്കുന്നു എന്ന് ആലോചിച്ചു. വല്ല ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഞാൻ പറഞ്ഞ 504 പേരിൽ ഒരാൾ ഭീമന്റെ കൂടാണെന്ന് ആലോചിക്കണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഘടനയാണിത്. ഈ സംഘടനയെ കുറിച്ചൊക്കെ സത്യം പറഞ്ഞാൽ ചർച്ച ചെയ്യരുത്. ഇസ്രായേലൊക്കെ അറിയാതിരുന്ന ഭാഗ്യം, അല്ലെങ്കിൽ അവരെ ബോംബ് ഇട്ടാനെ. ഇന്ത്യയായിട്ട് യുദ്ധമല്ല, പലസ്തീനിലൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ബോംബ് തന്നെ അമ്മയുടെ എന്ത് ചെയ്തോട്ടെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അങ്ങാടി ഇട്ടേക്കാന്ന് വിചാരിച്ചാൽ. മനസ്സിലായേ? അതാണ് കാര്യം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ സംസാരിച്ച് ഈ സമൂഹം മലിനമാകേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് കേൾക്കാൻ ഒരാളുള്ളത് കൊണ്ട് ചാനലുകൾ എന്ത് ചെയ്യും, ഇല്ല ന്യൂസ് 18 മറ്റേ രാവിലെ മുതൽ തൂങ്ങാൻ തുടങ്ങണ AMMയുടെ കേസിലാണ്. ഇന്ന് അൻസിബ് അത് പറഞ്ഞു, ഇന്ന് മറ്റേ കുക്കു ഇത് പറഞ്ഞു, ഇന്ന് ശ്വേത മേനോൻ ഇത് പറഞ്ഞു.